ഉണ്ടായിരുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മാനിപ്പുലേഷൻ കാരണം ആ അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ട്സ്, അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻകം വന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരുടെ ഹസ്ബൻഡിനെ വേണ്ട, മക്കളെ വേണ്ട, എല്ലാരെയും ചവിട്ടി പുറത്തുന്ന മിസ്റ്റർ രാജേഷ്, സിജി വിജയന്റെ ഹസ്ബൻഡ് തന്ന ഡേറ്റാസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ കാരണം. ഹസ്ബൻഡ് വീട്ടിന്റെ അകത്ത് ഉള്ള സ്വന്തം ഭർത്താവ് ഇത്രയും തുറന്ന് കരഞ്ഞു പറയുമ്പോൾ, സമ്മതിക്കുമ്പോൾ, എന്ന് വെച്ചാൽ സ്വന്തം ഭാര്യ ഇത്രയും ഫണ്ട്സ് അക്യുമുലേറ്റ് ചെയ്തത്, ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തുടങ്ങിയതും ഈ പറയുന്ന റൂളിംഗ് പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതും കൂടി സ്റ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു സീരിയസ് കംപ്ലൈന്റ് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന DGPക്കും കമ്മീഷണർ ഓഫ് പോലീസ് കൊച്ചിൻ എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഒരു ആക്ഷനും ഇതുവരെ എടുക്കാത്ത സ്റ്റേറ്റ് പോലീസിനെ കുറിച്ചാണ് എനിക്കിവിടെ പറയാനുള്ളത്. ലെഫ്റ്റ് സെന്റർ എന്ന് വെച്ചാൽ റൂളിംഗ് പാർട്ടിയുടെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് ടീമുള്ള കേരള പോലീസില് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻസ് പ്രോപ്പർ ആവും? നാഷണൽ ഏജൻസീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമില് ലെഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ടീം, അവർക്ക് റൂളിംഗ് പാർട്ടിക്കെതിരെ വരുന്ന ഒരു ഇഷ്യൂ, ഒരു സ്കാം, അത് അന്വേഷിക്കാൻ ആ ടീമില് ലെഫ്റ്റ് സപ്പോർട്ടിങ് ആൾക്കാരാണ് തലപ്പത്തിരിക്കുന്നതെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ എങ്ങോട്ട് പോകും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. കസ്റ്റംസിലിരുന്നപ്പോൾ ഞാൻ എന്റെ 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് അന്നേരം അവിടെ ലെഫ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെഫ്റ്റ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ഉണ്ടായിരുന്നുകൊണ്ട് ആ 164 എങ്ങോട്ട് പോയെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ 164 എന്റെ കേസിന് കൊടുക്കേണ്ടി വന്നത്. The entire thing was suppressed. The 164